സ്വാതന്ത്ര്യം അൾട്ടിമേറ്റ് ആണോ? എല്ലാവർക്കും എന്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കെ. എന്തും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ കണ്ടില്ലേ, മൂന്ന് കുട്ടികൾ എന്ത് ചെയ്യുന്നു, ബൈക്കിൽ ഹെൽമെറ്റ് ഇടാതെ ട്രിപ്പിൾ അടിച്ചു പോകുന്നു. അവരെ പിടിച്ചിട്ട് പോലീസ് പിടിച്ചിട്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അവർ പറയണം എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല, ഇതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല, അല്ലേ? അതൊരു യാഥാർത്ഥ്യമാണ്. ഇനിയോ ഇവിടെ സ്കൂളിൽ പോയി ഒരു ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ മതിൽ ചാടിപ്പോയി. അപ്പൊ പിടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോൾ പറയണ അല്ല ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കുവോ? ഇല്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് സ്വാതന്ത്ര്യം എന്നുള്ളതിന് എന്തുണ്ട്, കുറച്ച് പരിധികളൊക്കെ ഉണ്ട്, അല്ലെ? എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് ആരും അംഗീകരിക്കൂല നമുക്കറിയാം. അപ്പൊ സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ട്. ഇനി നമ്മൾ നോക്കാം അവകാശം. എന്തും ചെയ്യാനുള്ള അവകാശം ഇവിടെ ഉണ്ടോ? ഇല്ല. ഞാൻ അടുത്തടുത്തോ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വാർത്തയാണിത്. എന്താണ്? രൺവീർ സിംഗ് FIR അഗെയിൻസ്റ്റ് രൺവീർ സിംഗ് ഫോർ ന്യൂഡ് ഫോട്ടോഷൂട്ട്. ഒന്നുകൂടെ അതെന്ത് ചെയ്തു, രൺവീർ സിംഗ് ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അതിനെതിരെ FIR ചുമത്തിയിട്ടുണ്ട്, അല്ലെ? കേസ് എടുത്തിട്ടുണ്ട്. അപ്പോ അയാൾക്ക് വേണം പറഞ്ഞൂടെ? കുറെ ആൾക്കാർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് അയാളുടെ അവകാശമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്, അല്ലെ? പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അത് വ്യക്തി സ്വാതന്ത്ര്യമാണോ, അത് അവകാശമാണോ? ഇങ്ങനെ എന്തും ചെയ്യാനുള്ള അവകാശം നമ്മുടെ സൊസൈറ്റിയിലുണ്ടോ? അപ്പോ ഇല്ല. നമുക്ക് തന്നെ മനസ്സിലാകുന്നത് അവകാശങ്ങൾക്ക് ചില പരിധികളുണ്ട്. ഇനി അടുത്തത് നോക്കുക, സമത്വം എന്നുള്ളത് നമ്മൾ പൊതുവെ നല്ലൊരു കാര്യമായിട്ട് മനസ്സിലാക്കുന്നത്, അല്ലേ? പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പരിപൂർണമായിട്ടുള്ള സമത്വം ഇവിടെ സാധ്യമാണോ? അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ബസ്സിൽ കയറിയാൽ, അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലേഡീസ്, അല്ലെങ്കിൽ റിസർവ്ഡ് ഫോർ ലേഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റൂലേ? അപ്പൊ അവിടെ നമ്മൾ പറയണം അങ്ങനെ ലേഡീസിന് റിസർവ് ചെയ്യാനൊന്നും പറ്റൂല, പരിപൂർണ സമത്വമാണ് വേണ്ടത്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ ആണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അത് സമത്വം എന്നുള്ള നിലക്ക് ശരിയാണ്. പക്ഷെ നമുക്കറിയാം അത് ഒരു ന്യായത്തിന് നിലക്കുന്നതല്ല, നീതിക്ക് നിരക്കുന്നതല്ല നമുക്കറിയാം, അല്ലെ? അപ്പൊ സമത്വത്തിന് എന്തുണ്ട്, പരിധികളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യമാണെങ്കിലും അതുപോലെ തന്നെ അവകാശങ്ങളാണെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യമാണെങ്കിലും അതുപോലെ തന്നെ സമത്വമാണെങ്കിലും ഇതെല്ലാം ഒരു പരിധി വരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതെന്തല്ല, പരിപൂർണമായ കാര്യങ്ങളല്ല. അതിനൊരു പരിധിയും ഇല്ല എന്ന് പറയാൻ പറ്റൂല.